അല്ലേലും അവൾക്ക് ആ കൊച്ചിനോട് അങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവളുടെ ഒരു ദുബായിക്ക് പോക്ക് അവിടെ പിന്നെ സുഖമായല്ല. ഇടയ്ക്ക് എന്തെങ്കിലും നിനക്ക് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലേ ബാക്കിയാണെങ്കിൽ നിനക്ക് അടച്ചു വെക്കാൻ അറിയാൻ പാടില്ലേ? ഇതൊക്കെ ഞാൻ എന്നാ പഠിക്കണ? പക്ഷേ രണ്ടെണ്ണം കണക്കാണ്. എന്തെങ്കിലും കാണിക്കും. ഉമ്മ ഇച്ചിരി കറി എടുത്തു ഉമ്മ. ഉമ്മ എന്റെ ആശി, ഞാനിവിടെ ഒരു പണിയെടുക്കണ കണ്ടില്ലേ നീ? കറിയെല്ലാം അവിടെ മൂടി വെച്ചേക്കണേ. നിനക്കെടുത്ത് തിന്നൂടെ ആശി? ആ കൂടെ 2 കൈയല്ലേ ഉള്ളൂ. ഞാനിത് എന്തൊക്കെ ചെയ്യണം മനുഷ്യനെ ഇടങ്ങേറാക്കാനായിട്ട്? ആ ഉമ്മ തുണിയലക്കണായിരുന്ന? അല്ലടാ, ഞാനിവിടെ പന്ത് കളിക്കണായിരുന്നു. ആഹാ, സുറുമ രാവിലെ നല്ല ഫോമിലാണല്ലോ. ഉമ്മ എന്തിനാ നമ്മ കാലത്തിന് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ പിന്നാലും ചെയ്താ പോരെ? എന്തായാലും ഞാൻ തന്നെ ചെയ്യണ്ടേ? ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തയ്ക്കാനിരിക്കാൻ. നീ ഉള്ള സമയം കൊണ്ട് സലീമിനെ പോയി കണ്ടിട്ടേ പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക്. ആ ഹലോ എടി, നീ വിട്ടോ, വെയിറ്റ് ചെയ്യണ്ട. ആ ഞാൻ അടുത്ത ബോട്ടിൽ എത്തിയേക്കാം. ആ ശരി. ആ എടി, പിന്നെ അടുത്ത പീരീഡ് ജൂലി മിസ്സിനോടൊന്ന് കയറാൻ പറയണേ. അപ്പാ ഞാൻ ഇറങ്ങുവാണേ. ദേ പ്രഷറിൻ്റെ ടാബ്ലറ്റ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുട്ടിയായി മറക്കാതെ കഴിക്കണേ. മാതാവ് 8:30 മറിയേ, ആ മോളെന്താണ് നിന്ന് നടന്ന്? ജോണി ചേട്ടനില്ലേ വീട്ടില്? അതുമ്മ അപ്പനെ വയ്യാണ്ടിരിക്കണാണേ. എന്താ പറ്റിയ? കുഴപ്പമൊന്നുമില്ല, പ്രഷർ കൂടുതലാ. 2 ദിവസമായി. ഡോക്ടറെ കാണിച്ചില്ലേ അപ്പ? അതൊക്കെ കാണിച്ചാണുമ്മ, മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അത് ശരി. എന്നിട്ട് പിന്നെ അപ്പം സമയത്തിനൊന്നും എടുത്ത് ഉമ്മ, കഴിക്കില്ലെന്നേ. ഞാൻ ഫോർട്ടിൽ പോണേ. കഴിക്കും. മനാഫിനോട് ഒന്ന് കയറണം. ഇവിടെ ഉമ്മ ഞാൻ പോണേണേ. ശരി മോളെ. എന്നാ എൻ്റെ ഉമ്മ ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ പുറത്ത് വെക്കല്ലേ? ചേട്ടാ, നിനക്കിത് എന്താണ്? അതല്ലെങ്കിൽ അവിടെ തന്നെ അല്ലേ വെക്കാറ്? എടാ, പിന്നെ പോണ വഴിക്ക് ആ കൊച്ചിനൊന്ന് ഫെറി അറിയാൻ വിട്ടേക്ക്. ആ നോക്കാം. പാവം കൊച്ചി, ഞാൻ അവിടം വരെ നടക്കണ്ടേ. ഞാൻ ഫോട്ടോ വെച്ചിരുന്ന് പോണേ. നീ വരുന്നുണ്ടേ? പോണ വഴി ഫെറിലാക്കി തരാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ നടന്നോളാം. ഉറപ്പാണോ? എടാ, നിന്റെ ചെന്നൈയിലെ കോഴ്സൊക്കെ എന്തായി? കഴിഞ്ഞായിരുന്നോ? അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി. കുറച്ച് കഷ്ടപ്പെട്ടാണേലും ഷിപ്പിലൊരു ജോലി സെറ്റായിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് കയറി പറ്റണം. കൊള്ളാലോ. അവള് പോയ പിന്നെ ഉമ്മ ഒറ്റക്കാണ്. എനിക്കതാണ് ഒരു ആ ഫാസി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അവള് ദുബായിൽ എന്തോ അല്ലേ? ആ അവള് സുഖമായിട്ടിരിക്കണം. അവളും കൊച്ചും അളിൻ്റെ അടുത്ത് പോയല്ലോ. അല്ല, ഇതൊക്കെ എങ്ങനെ നിനക്കറിയാം? ആ ഞാൻ നിന്റെ ഇൻസ്റ്റാഗ്രാം നോക്കി സ്റ്റോറി കണ്ടായിരുന്നു. അപ്പം നമ്മളെ ബ്ലോക്ക് അറിയാല്ലേ? അതൊന്നുമല്ല, നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടൊന്ന് വിഷ് ചെയ്യാന്ന് വിചാരിച്ചു. ഓ, നിനക്കെൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും ഓർമ്മയുണ്ടല്ലേ? എന്തായാലും ബോട്ട് തന്നെ സമയം എടുക്കും. നമുക്കൊരു ചായ കുടിച്ചാലോ?
പിന്നെ എങ്ങനെയുണ്ട് തൻ്റെ ജോലിയൊക്കെ? ആ പഴയ ജോലിനേക്കാളും കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. പുതിയ കമ്പനിക്കാരെയൊക്കെ കിട്ടിക്കാണല്ലോ. എന്താന്ന്? അല്ല, താനങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആത്ത ടൈപ്പാണല്ലോ. പിന്നെ നിൻ്റെ ജോബിനൊത്ത ആൾക്കാരെ കിട്ടണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ റസിയും ചിത്താരൊക്കെ തന്നെ. പിന്നെ ഞാൻ പണ്ടത്തെ പോലെ അങ്ങനെ ആരോടും മിണ്ടാറൊന്നുമില്ല. നിനക്കെങ്ങനെ ചെന്നൈയിൽ കുറേ ഫ്രണ്ട്സൊക്കെ ആയി കാണുമല്ലോ? എന്ത് ഫ്രണ്ട്സ്, പഠിക്കാൻ വരുന്ന കുറേ എണ്ണം. പിന്നെ പഴയ മനാഫ് രാവിലൊക്കെ തന്നെ. ആ നിങ്ങൾ പഴയ കമ്പനിക്കാരല്ലേ? ഉം. അല്ല നിനക്കിപ്പോൾ ഗേൾ ഫ്രണ്ട് ആരുമില്ലേ? ഗേൾ ഫ്രണ്ടാ? എനിക്കാ? നീ എന്നെ കളിയാക്കണേണ്? അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ. എനിക്ക് വേറെ ആര് തെറ്റാവാനാണ്? നിനക്കാരുമില്ലേ? അല്ല സിംഗിളാടോ. അതെന്ത് പറ്റി? മറിയൻ ജോൺ ഇപ്പോഴും സിംഗിള്? അതെന്താ നീ അങ്ങനെ പറയണേ? നിനക്കെപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാനും നിന്റെ വിഷമങ്ങളൊക്കെ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് ചോദിച്ചാണ്. എടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വെറുതെ വായ തോന്നിയത് വിളിച്ചു പറയരുത്. ഞാനെന്ത് പറഞ്ഞെന്നാണ്? നീ പറഞ്ഞെന്നല്ല ഞാനും പറഞ്ഞ. എടാ ശരിയാ, ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കാണും. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. നീ ഒരിക്കൽ പോലും അല്ലേലും നിനക്ക് നിന്റെ കാര്യമാണല്ലോ വലുത്. എൻ്റെ പൊൻ അല്ല നിനക്ക് എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്തെങ്കിലും അറിയോ? ഇല്ല ആശി, നിർത്തി. അല്ലേലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ എപ്പോഴും. എനിക്കിനെ ചുറ്റിനും കുറേ ആൾക്കാരാണല്ലോ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ശീലമായി. ആ എനിക്കും അങ്ങനെയൊക്കെ തന്നെ. അതെ, ബോട്ടിനുള്ള സമയമായി. ഞാൻ ഇറങ്ങാം. മറിയ, ഞാൻ ശരിക്കും തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞു താനോടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കാനായിരുന്നു. എടോ, ഞാൻ തന്നെ പോയിട്ട് ഫെറിൽ വിളിക്കാൻ വരട്ടെ? എന്തിനാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലടോ, ഞാൻ വിളിക്കാൻ വരാം. വേണ്ടത് ശരിയാവില്ല. അതെന്താ ഇവിടെ ശരിയാവാത്ത? ആശി ഒന്നുമില്ല, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ അതായിരുന്നല്ലേ? പിന്നെ ഇതിനോട് താൻ എൻ്റെ തമ്മിൽ ഉറപ്പിച്ചതാ. പുള്ളിക്കാരൻ കുഴപ്പമില്ല, ഞങ്ങൾ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. പിന്നെ എന്തിനാ താൻ എൻ്റെ ബൈക്കിലൊക്കെ കയറിയ? നീ എന്താ വിചാരിച്ചേ? നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ഇപ്പോൾ ബൈക്കിൽ കയറിയെന്ന് വെച്ച് വീണ്ടും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരാമെന്നാണോ? ആശി നീ തന്നെയല്ലേ അല്ല അവസാനിപ്പിച്ചേ? അത് ശരിയാടോ, അല്ലെങ്കിൽ എപ്പോഴും ഞാനാണല്ലോ തെറ്റ്. എൻ്റെ പൊന്നാശി, ദൈവത്തെ ഓർത്ത് ഇനി എൻ്റെ മുന്നിൽ വരരുത്. ഞാനൊന്ന് മനസ്സമാനത്തോടെ ജീവിച്ചോട്ടെ.